ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കൊക്കെ ദാരിദ്ര്യമുണ്ടല്ലോ, നമുക്കൊക്കെ കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം, അല്ലേ? അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന, കഷ്ടപ്പാടുണ്ടാകുന്ന, പ്രയാസങ്ങളുണ്ടാകുന്ന ആ സംഭവങ്ങൾ നമ്മളിലേക്ക് തന്നെ വിളിച്ചു വരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒരു 10 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റണം. കാരണം ഈ ആളുകൾക്ക് അള്ളാഹു നല്ല രീതിയിൽ ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് പറയട്ടെ, കളവ് പറയുക എന്നുള്ള വിഷയം അതൊരു വല്ലാത്ത വിഷയമാണ്. കളവ് പറയുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ, അവിടെ ദാരിദ്ര്യം ഉറപ്പിച്ചോളി. തമാശക്ക് ചിരിക്കാൻ വേണ്ടി കളവ് പറയുക, അല്ലാത്ത രീതിയിൽ പച്ചക്കള്ളം പറയുക, ചെയ്ത കാര്യം ചെയ്തിട്ടില്ലെന്ന് പറയുക, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുക, ഇങ്ങനെ പല രീതിയിലും സന്തോഷിപ്പിക്കാനാവട്ടെ, ചിരിപ്പിക്കാനാകട്ടെ കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഇനി മറ്റൊരു കാര്യം, നിസ്കാരത്തിൽ അലസത കാണിക്കുന്നുണ്ടോ, നിസ്കാരം ഖളാ ആക്കുന്നുണ്ടോ, നിസ്കാരം ഒഴിവാക്കുന്നവനാണോ, മടി കാരണം നിസ്കാരം ഒഴിവാക്കുന്ന ആളാണോ നിങ്ങൾ? ഒരു സംശയമില്ല, നിങ്ങൾ എവിടെയുണ്ടോ ആ സ്ഥലം മുടിയും, ഒരു സംശയമില്ല. അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് അവനെ തള്ളിയിടും. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇശ മഗ്രിബ് നിസ്കാരത്തിനിടയിൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടമാണ് സുഹൃത്തേ. നിന്നെ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വീട്ടിൽ വേസ്റ്റ് കൂട്ടിയിടുന്നവരാണോ നിങ്ങൾ? വീട്ടിൽ വേസ്റ്റ് കൂട്ടിയിടുന്ന ആളുകളാണെങ്കിൽ സൂക്ഷിച്ചോളി, വല്ലാത്ത പ്രയാസം വരും. നമ്മളെ വീട്ടിലെ സ്ത്രീകളൊക്കെ മിക്ക ആളുകളും ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ മീൻ മുറിച്ചത്, എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഇങ്ങനെ കൂട്ടിയിടും. എന്നിട്ടെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി തള്ളാമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. പൊന്നാര പെങ്ങന്മാരെ, വീട്ടിൽ വേസ്റ്റ് നിങ്ങൾ കൂട്ടിയിടുന്നുണ്ടോ, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും വൃത്തി വേണം. വൃത്തി എന്ന് പറയുന്നത് തന്നെ ഈമാൻ്റെ ഒരു ഭാഗമാണ്. ഇസ്ലാമിൽ ഈമാൻ്റെ ഒരു ഭാഗമാണല്ലോ. ഈമാനുള്ള ആളുകളുടെ ലക്ഷണം കൂടിയാണ് വൃത്തി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ വൃത്തിയുടെ ഭാഗമാണ് നഖം മുറിക്കുക, മുടി വെട്ടുക, നമ്മുടെ രഹസ്യഭാഗങ്ങളിലെ രോമങ്ങൾ ക്ലിയറാക്കുക. ഇതൊക്കെ ആ വൃത്തിയിൽ പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീടെപ്പോഴും വേസ്റ്റ് ഇല്ലാതെ നല്ല വൃത്തിയോടുകൂടി കൊണ്ട് നടക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് മാതാപിതാക്കളെ ചീത്ത പറയുന്നവർ. സുബ്ഹാനല്ലാഹ്, നമ്മളെ പോറ്റി വളർത്തിയ, പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ ചീത്ത പറയുക, അടിക്കുക, അവരെ കളിയാക്കുക, അവരെ വിഷമിപ്പിക്കുക, ഇത്തരം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? വേഗം മാറ്റി നിർത്തിക്കോളൂ. കാരണം അവർ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടും. അവർക്കൊരുപാട് കഷ്ടതകൾ വരും, പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാ രീതിയിലും അവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കും. അള്ളാഹു അവരെ തൊട്ട് കാക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ പേരെടുത്തുകൊണ്ട് വിളിക്കുന്ന ചില ആളുകളുണ്ട്. എനിക്കറിയാവുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ ഉമ്മാനെ ഇപ്പോൾ ഒരു ആമിന എന്നുള്ള പേരാണെങ്കിൽ ആമിന എന്നൊക്കെ വിളിക്കും. നമ്മൾ തമാശക്കായിരിക്കും, സ്നേഹം കൊണ്ടായിരിക്കും. പക്ഷേ സുബ്ഹാനല്ലാഹ്, അത്തരം വിളി വേണ്ടട്ടോ, വല്ലാത്ത പ്രയാസത്തിലേക്ക് അത് കൊണ്ടുപോകും. നമുക്കൊരു പക്ഷേ ചെറിയൊരു തമാശയായിരിക്കാം. മാതാവിൻ്റെ പേര് വിളിച്ചിട്ട് മാതാവിനെ പേര് വിളിക്കുന്നത് വലിയ പ്രയാസമാണ്. അള്ളാഹു കാക്കട്ടെ. അത്തരം ആളുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ശീലം മാറ്റിക്കോളൂ. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിയും നല്ല റാഹത്തുള്ള ജീവിതവും നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്കെതിരെ തിന്മ കൊണ്ട് ദുആ ചെയ്യുക. അതെന്താ സംഭവം? നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, ഒരു മക്കൾക്കെതിരെ ദുആർക്കുക. മക്കൾക്കെതിരെ മാതാപിതാക്കൾ തിന്മ കൊണ്ട് ദുആ ചെയ്യുക. മോനെ ഇജ്ജ് നന്നാവൂലടാ, അല്ലെങ്കിൽ വല്ലാത്തൊരു ശല്യമായി, എന്നെക്കൊണ്ട് ഞാൻ തോറ്റു, ഇങ്ങനെയൊക്കെ പറയണ കുറേ ഉമ്മാരില്ലേ. അങ്ങനത്തെ ഉമ്മാരുണ്ടെങ്കിൽ ഉമ്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളി. ദാരിദ്ര്യം അള്ളാഹു കാക്കട്ടെ കേട്ടോ. ദാരിദ്ര്യം ഉണ്ടാവും, ഒരു സംശയമില്ല. അതുപോലെ തന്നെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് വാരുന്നത് വലിയ ദാരിദ്ര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. നമ്മളെ വീട്ടിലൊക്കെ ചീർപ്പൊന്ന് നോക്കിക്കൊണ്ട് എല്ലാവരും അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റണം.
ഇൻഷാ അള്ളാ. അടുത്തത് നഗ്നമായി ഉറങ്ങുക. സുബ്ഹാനല്ലാഹ്, കുറേ ആളുകൾ ചെയ്യുന്നതാണ്. ഫുള്ള് വസ്ത്രം കഴിച്ചിട്ടിട്ട് ഞാൻ മാത്രമല്ലേ റൂമിലുള്ളൂ, പിന്നെ എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചിട്ട് ഫുള്ളും അയച്ചിട്ടിട്ട് കിടക്കുന്ന കുറേ ആളുകളുണ്ട്. നഗ്നമായിട്ട് ഉറങ്ങുക ചെയ്യാൻ പാടില്ല. അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഉറക്കം അധികരിപ്പിക്കുന്ന ആളുകൾ, അള്ളാഹു എപ്പോഴും ക്ഷീണവും തളർച്ചയും പറഞ്ഞ് എപ്പോഴും ഉറങ്ങുക. ആ മനുഷ്യൻ എപ്പോഴും ഉറക്കമായിരിക്കും. സുബൈക്ക് ശേഷം ഉറക്കമായിരിക്കും, രാവിലെ ഉറങ്ങും, ഉച്ചക്ക് ഉറങ്ങും, വൈകുന്നേരം ഉറങ്ങും, എപ്പോഴും ഉറക്കം. അങ്ങനെ ഫുൾ സമയം ഉറങ്ങുന്ന ഒരാളാണോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ദാരിദ്ര്യം ഉറപ്പിച്ചോളി. ഇതൊക്കെ നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ അത്തരം ആളുകൾ ശീലങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കുക ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് നമ്മൾ ഉടുത്ത വസ്ത്രം അതുകൊണ്ട് തന്നെ നമ്മളെ മുഖം തുടക്കുന്നൊരു ശീലം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുക, ചിറകുക എന്നൊക്കെ പറയും. അത് നമ്മളെ തുണീൻ്റെ കോന്തല അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്ത് നമ്മൾ തന്നെ തുടക്കുക. അത് ചെയ്യാൻ പാടില്ല കേട്ടോ. നല്ല ദാരിദ്ര്യം വരുന്ന സംഭവമാണത്. അള്ളാഹു അത്തരം ദാരിദ്ര്യത്തിൽ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ഇതൊക്കെ മാറ്റി നല്ലൊരു സുന്ദരമായ ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ റബ്ബേ ഈ ശീലം മാറ്റണം, ഇതൊന്ന് നന്നാകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നാകാനുള്ളൊരു ഈമാനും നന്നാവാനുള്ളൊരു ചിന്ത അള്ളാഹു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.